നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുതരമായ IT തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ നിലത്തിറക്കി സർവീസുകൾ റദ്ദാക്കി അമേരിക്കൻ എയർലൈൻ കമ്പനിയായ അലാസ്ക എയർലൈൻസ്. ഹൈദരാബാദ് ബാംഗ്ലൂരു ദേശീയപാതയിൽ കർണൂലിൽ ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 32 പേർ മരിച്ചു. കുർണൂൽ ജില്ലയിലെ ചിന്നതെഗുരു ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വന്ന സ്വകാര്യ വോൾവോ ബസ്. ഫ്രാൻസിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 100 മൈൽ വരെ വേഗതയിൽ വീശിയ സ്റ്റോം ബെഞ്ചമിൻ എന്ന കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങിയതോടെ UK-യിൽ കാറ്റിന്റെയും മഴയുടെയും തീവ്രത കുറഞ്ഞു. മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകാമെന്ന് മുന്നറിയിപ്പുണ്ട്. ചാൾസ് മൂന്നാമൻ രാജാവും പാപ്പ ലിയോയും വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ചരിത്ര നിമിഷമായി. ലിയോ പാപ്പ രാജാവിന് റോയൽ കോൺഫ്രേറ്റർ എന്ന ബഹുമതി സമ്മാനിച്ചു. പാപ്പൽ കോൺഫ്രേറ്റർ പദവിയും ഓർഡർ ഓഫ് ദി ബാത്ത് ബഹുമതിയുടെ നൈറ്റ് ഗ്രാൻഡ് ക്രോസ് പദവിയും മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച് ചാൾസ് രാജാവ്. ഉക്രൈന് 5000-ലധികം മിസൈലുകൾ വിതരണം ചെയ്യാൻ വ്യോമസേന മിസൈൽ നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലേക്കുള്ള ദീർഘദൂര മിസൈൽ വിതരണം വർദ്ധിപ്പിക്കാൻ കെയർ സ്റ്റാർമർ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. US താരിഫുകളെ എതിർക്കുന്ന ഒരു ടെലിവിഷൻ പരസ്യം കാനഡയിൽ പുറത്തിറങ്ങിയതോടെ കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. US-ന് മുന്നിൽ ഒരിക്കലും വഴങ്ങില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പക്ഷേ നിലവിൽ US പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ചില നഷ്ടങ്ങൾക്ക് കാരണമായേക്കാമെന്ന് പുടിൻ. US-ന്റെ നിർബന്ധത്തിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിതെറ്റുന്നു എന്ന് സൂചനകൾ. താരിഫ് കുറയ്ക്കാൻ വേണ്ടി റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ഭാഗമാകുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാൻ പോകുന്നത് 1466 കോടി രൂപ. CPI-യുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് കേരള സർക്കാർ പദ്ധതി കരാറിൽ ഒപ്പുവെച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുതരമായ IT തകരാറിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻ കമ്പനിയായ അലാസ്ക എയർലൈൻസ് രാജ്യവ്യാപകമായി എല്ലാ വിമാന സർവീസുകളും വ്യാഴാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചു. കമ്പനിയുടെ ആഭ്യന്തര പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് സംഭവിച്ചെന്ന് എയർലൈൻ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്താനുള്ള തീരുമാനം എയർലൈൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുകയായിരുന്നു. വിമാന സർവീസുകൾ പഴയ നിലയിലാക്കാൻ കാലതാമസം എടുക്കുമെന്ന് സൂചനയുണ്ട്. യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളവർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്ന് അലാസ്ക എയർലൈൻസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹൈദരാബാദ് ബാംഗ്ലൂരു ദേശീയപാതയിൽ കർണൂലിൽ ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 32 പേർ മരിച്ചു. ബസിൽ നിന്ന് രക്ഷപ്പെട്ട 12 പേരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ പലർക്കും പൊള്ളലേറ്റു. ചിലരുടെ നില അതീവ ഗുരുതരമാണ്. മരണസംഖ്യ വീണ്ടും ഉയരാമെന്ന് പോലീസ് അറിയിച്ചു. കുർണൂൽ ജില്ലയിലെ ചിന്നതെഗുരു ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ഹൈദരാബാദിൽ നിന്ന് അർദ്ധരാത്രിയോടെ യാത്ര ആരംഭിച്ച സ്വകാര്യ വോൾവോ ബസ് ദേശീയപാത 44-ൽ കർണൂലിനടുത്ത് പുലർച്ചെ 3:30-ഓടെ ഒരു ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിക്കുകയും തീപിടിക്കുകയുമായിരുന്നു. ഇരുചക്ര വാഹനം ബസിനടിയിൽ കുടുങ്ങിപ്പോവുകയും ഇന്ധന ടാങ്ക് തകർന്നതോടെ തീപ്പൊരി പടർന്ന് ബസിന് തീപിടിക്കുകയുമായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്ന കാവേരി ട്രാവൽസിന്റെ ഒരു വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കുർണൂൽ പോലീസ് സൂപ്രണ്ട് വിക്രാന്ത് പാട്ടീൽ പറഞ്ഞു. ഫ്രാൻസിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 100 മൈൽ വരെ വേഗതയിൽ വീശിയ സ്റ്റോം ബെഞ്ചമിൻ എന്ന കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങിയതോടെ UK-യിൽ കാറ്റിന്റെയും മഴയുടെയും തീവ്രത കുറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയോടെ ഇംഗ്ലീഷ് ചാനൽ വഴി ഈ കൊടുങ്കാറ്റ് കടന്നുപോയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ 4 പ്രദേശങ്ങളിൽ മെറ്റ് ഓഫീസ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരുന്നത് 2 കുറച്ചിരിക്കുകയാണ്. നോർഫോക്ക്, സഫോക്ക് ജില്ലകളിൽ മഴയ്ക്കും കിഴക്കൻ ഇംഗ്ലണ്ടിൽ കാറ്റിനുമാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകാമെന്ന റിപ്പോർട്ടുകളുണ്ട്. കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും മണിക്കൂറിൽ 40 മുതൽ 55 മൈൽ വരെ വേഗതയുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ഫെറി സർവീസുകൾ ഉൾപ്പെടെ ഗതാഗതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച 2 റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി ലിത്വാനിയ ആരോപിച്ചു. ഒരു സുഖോയ് Su-30 യുദ്ധവിമാനവും ഒരു റഷ്യൻ ടാങ്കറും ലിത്വാനിയൻ വ്യോമാതിർത്തിയിലേക്ക് 700 മീറ്റർ കയറി. മറുപടിയായി തുരത്തി. റഷ്യൻ വിമാനങ്ങൾ ആകാശ ഇന്ധന നിറയ്ക്കൽ പരിശീലനത്തിനിടെ എത്തിയതാണെന്നും 18 സെക്കൻഡിന് ശേഷം ബാൾട്ടിക്കിലെ വ്യോമ പെട്രോളിംഗ് ദൗത്യത്തിൽ നിന്ന് നാറ്റോ 2 ടൈഫൂൺ യൂറോഫൈറ്ററുകൾ പ്രതിരോധിച്ചതായും ലിത്വാനിയൻ സൈന്യം പറഞ്ഞു. റഷ്യൻ എംബസിയിൽ നിന്ന് ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചതായി വിൽനിയസിലെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കടന്നുകയറ്റം റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു. സെപ്റ്റംബറിൽ 3 റഷ്യൻ MiG-31 യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വ്യോമാതിർത്തിയിൽ 12 മിനിറ്റ് കടന്നുകയറിയത് ഇത് UN സുരക്ഷാ കൗൺസിലിലെ പ്രതിഷേധത്തിനും നാറ്റോ കൗൺസിലിൽ നിന്നുള്ള മുന്നറിയിപ്പിനും കാരണമായി. ചാൾസ് മൂന്നാമൻ രാജാവും പാപ്പ ലിയോയും വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ചരിത്ര നിമിഷമായി. 1534-ൽ രാജാവ് ഹെൻറി 8 റോമിൽ നിന്ന് വേർപെട്ടതിനു ശേഷമുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനും
കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവ് പാപ്പായും ചേർന്നുള്ള ആദ്യ സംയുക്ത പ്രാർത്ഥനയാണിത്. ഇംഗ്ലീഷ് പ്രാർത്ഥനകളും ലാറ്റിൻ ഭക്തിഗാനങ്ങളും അലയടിച്ച സിസ്റ്റൈൻ ചാപ്പലിൽ ആംഗ്ലിക്കൻ സഭയുടെ പരമാധികാരിയായ രാജാവ് ചാൾസ് പാപ്പായുടെ ഇടതുവശത്ത് ബലിപീഠത്തിനരികെ ഇരുന്നു. ലിയോയും ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്രലും ചേർന്നാണ് ആരാധന ശുശ്രൂഷ നയിച്ചത്. സിസ്റ്റൈൻ ചാപ്പൽ സ്ക്വയർ, 2 രാജകീയ കൊയറുകൾ എന്നിവയും സംഗീത സേവനങ്ങളിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു രാജാവും പാപ്പായും തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ച. ചാൾസ് രാജാവ് റോമിലെ പ്രശസ്ത കത്തോലിക്ക പള്ളികളിൽ ഒന്നായ ബസിലിക്ക ഓഫ് സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വാൾ സന്ദർശിച്ചപ്പോൾ ലിയോ പാപ്പ അദ്ദേഹത്തിന് റോയൽ കോൺഫ്രേറ്റർ എന്ന ബഹുമതി സമ്മാനിച്ചു. ചാൾസ് രാജാവ് 2 ബ്രിട്ടീഷ് ബഹുമതികളും ലിയോയ്ക്ക് സമ്മാനിച്ചു. വിൻസർ കൊട്ടാരത്തിലെ സെന്റ് ജോർജ് ചാപ്പലിൽ പാപ്പൽ കോൺഫ്രേറ്റർ പദവിയും ഓർഡർ ഓഫ് ദി ബാത്ത് എന്ന ബഹുമതിയുടെ നൈറ്റ് ഗ്രേറ്റർ ക്രോസ് പദവിയുമാണ് സമ്മാനിച്ചത്. ബസിലിക്കയിലെ ആബ്സിൻ രാജാവിനായി പ്രത്യേകമായി തയ്യാറാക്കിയ കസേരയും സമ്മാനിക്കും. ഭാവിയിൽ ബ്രിട്ടീഷ് രാജാക്കന്മാർക്കായി മാത്രം സംവരണം ചെയ്യുന്ന ഈ കസേരയിൽ രാജകീയ ചിഹ്നവും ഐക്യത്തിന്റെ സന്ദേശവുമായ ലാറ്റിൻ വാക്യവും കുത്തിയിട്ടുണ്ട്. ഉക്രൈനിന് 5000-ലധികം മിസൈലുകൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വ്യോമ പ്രതിരോധ മിസൈൽ നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. ഉക്രൈനിലേക്കുള്ള ദീർഘദൂര മിസൈൽ വിതരണം വർദ്ധിപ്പിക്കാൻ കെയർ സ്റ്റാർമർ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ലണ്ടനിൽ നടന്ന കൊയാലിഷൻ ഓഫ് ദി ബില്ലിംഗ് എന്ന ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചത് പ്രകാരം UK ഈ ശൈത്യകാലത്ത് ഏകദേശം 140 ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈലുകൾ യുക്രൈന് കൈമാറും. UKയും ഫ്രാൻസും ഇതിനകം യുക്രൈന് സ്റ്റാം ഷാഡോ സ്കാൾപ് ദൂര മിസൈലുകൾ നൽകുന്നുണ്ട്. റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ യുക്രൈന്റെ പ്രതിരോധത്തിനായി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പരാജയപ്പെട്ടതോടെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കുറ്റപ്പെടുത്തി. യുദ്ധച്ചെലവ് വഹിക്കാൻ വേഗത്തിൽ നടപടിയെടുക്കണമെന്ന് വ്ളാഡിമിർ സെലൻസ്കി യൂറോപ്യൻ യൂണിയനോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. ബ്രസൽസ് ആസ്ഥാനമായുള്ള യൂറോക്ലിയർ എന്ന സ്ഥാപനത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ മരവിപ്പിച്ചിരിക്കുന്ന റഷ്യൻ സെൻട്രൽ ബാങ്ക് ഫണ്ടുകളിൽ ഭൂരിഭാഗവും ബെൽജിയത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ധനം കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയന് സാധിച്ചില്ല. വ്യാഴാഴ്ച ബ്രസൽസിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ യുക്രൈനിന് സാമ്പത്തിക സഹായത്തിനുള്ള ഓപ്ഷനുകൾ അവതരിപ്പിക്കാൻ യൂറോപ്യൻ കമ്മീഷനോട് ആവശ്യപ്പെടാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ സമ്മതിച്ചു. ആസിയാൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോലാലംപൂരിലേക്ക് പോകില്ല. പകരം വെർച്വലായി പങ്കെടുക്കും. ഒക്ടോബർ 26 മുതൽ 28 വരെ നടക്കുന്ന ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ വന്ന വാർത്തകൾ US-ഇന്ത്യ വ്യാപാര കരാറിന് നിർബന്ധം പിടിക്കുന്ന US-നോട് ഇന്ത്യ 99% യെസ് മോളി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്നത് ഏറെ ദുഃഖകരമായ ചില കാര്യങ്ങളാണ്. ആസിയാൻ ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ കരാറിന് അന്തിമ രൂപം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. ഈ ആഴ്ച അവസാനം നടക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാനിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകില്ല. താൻ നേരിട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്നും വെർച്വലായി അതിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വ്യക്തമാകുന്നു, ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണാൻ നരേന്ദ്രമോദി നേരിട്ട് കൊലാലംപൂരിലേക്ക് പോകില്ല. പകരം വെർച്വലായി പങ്കെടുക്കും. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷ ദിനത്തിൽ ടെലിഫോണിൽ സംസാരിച്ചതുപോലെ നേരിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം ഉണ്ടാക്കുമെന്ന ആ ഒരു വാർത്തകളെ അപ്പാടെ തള്ളിയിരിക്കുകയാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ തീരുമാനം. പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആകും ഇന്ത്യയെ പ്രതിനിധീകരിക്കുക കൊല്ലാലംപൂരിലെന്ന് ആധികാരികമായി തന്നെ PTI വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നരേന്ദ്രമോദി പോകാത്തതിന് കാരണം വളരെ ലളിതമാണെന്ന് തുടങ്ങുന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ട്വീറ്റ് പ്രസക്തമാണ്. പ്രസിഡന്റ് ട്രംപിനെ കൊണ്ട് ഒറ്റപ്പെടാൻ മോദി ആഗ്രഹിക്കുന്നില്ല, നാണം കെടാൻ മോദി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ജയറാം രമേശ് ഒരൊറ്റ വാക്കിൽ മോദി എന്തുകൊണ്ട് കൊലാലംപൂരിലേക്ക് പോകുന്നില്ല എന്നതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. അത് വ്യക്തമാക്കുന്നത് ആസിയാനിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ്. തന്റെ പ്രിയ സുഹൃത്തും മലേഷ്യൻ പ്രധാനമന്ത്രിയുമായ അൻവർ ഇബ്രാഹിമുമായി ഊഷ്മളമായ സംഭാഷണം ടെലിഫോണിലൂടെ നടത്തി. മലേഷ്യയുടെ ആസിയാൻ അധ്യക്ഷ സ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും താൻ അറിയിച്ചിട്ടുണ്ട്. ആസിയാൻ ഉച്ചകോടിയിൽ ഇന്ത്യ വെർച്വലായി പങ്കെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആസിയാൻ ഇന്ത്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ആസിയാൻ വിട്ടുപോകുന്നില്ല. തനിക്ക് പകരം കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ അവിടെ ഉണ്ടാകും.
US താരിഫുകളെ എതിർക്കുന്ന ഒരു ടെലിവിഷൻ പരസ്യം കാനഡയിൽ പുറത്തിറങ്ങിയതോടെ കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കാനഡ US കോടതി തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള അതിശക്തമായ ഇടപെടൽ നടത്തുന്നുവെന്ന് US പ്രസിഡന്റ് ആരോപിച്ചു. ട്രംപിന്റെ താരിഫുകൾ ഉയർത്തുന്ന ഭീഷണി കാരണം US പുറത്തുള്ള രാജ്യങ്ങളിലേക്കുള്ള തന്റെ രാജ്യത്തിന്റെ കയറ്റുമതി ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ സെറ്റിൽ വ്യാഴാഴ്ച രാത്രി ഈ പ്രഖ്യാപനം വന്നത്. റൊണാൾഡ് റീഗൻ താരിഫുകളെ കുറിച്ച് നിഷേധാത്മകമായി സംസാരിക്കുന്ന ഒരു പരസ്യം കാനഡ വഞ്ചനാപരമായി ഉപയോഗിച്ചതായി റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുണ്ട്. ആ പരസ്യം വ്യാജമാണ്. താരിഫുകൾ USA ദേശീയ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വളരെ പ്രധാനമാണ്. അവരുടെ മോശം പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഇതിനാൽ അവസാനിപ്പിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞു. റൊണാൾഡ് റീഗൻ പ്രസിഡൻഷ്യൽ ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഒന്റാറിയോ സർക്കാർ സൃഷ്ടിച്ച പരസ്യം 1987 ഏപ്രിൽ 25-ന് സ്വതന്ത്രവും ന്യായവുമായ വ്യാപാരത്തെക്കുറിച്ചുള്ള രാഷ്ട്രത്തോടുള്ള പ്രസിഡൻഷ്യൽ റേഡിയോ പ്രസംഗത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്നു എന്നാണ്. പ്രസ്താവനകൾ ഉപയോഗിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്റാറിയോയ്ക്ക് ഫൗണ്ടേഷന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നും ഫൗണ്ടേഷൻ കൂട്ടിച്ചേർത്തു. US മുന്നിൽ ഒരിക്കലും വഴങ്ങില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പക്ഷേ നിലവിൽ US പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ചില നഷ്ടങ്ങൾക്ക് കാരണമായേക്കാമെന്ന് പുടിൻ സമ്മതിക്കുന്നുണ്ട്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയും റഷ്യയ്ക്കുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് റഷ്യ ഒരിക്കലും വഴങ്ങില്ല എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. എന്നാൽ പുതിയ ഉപരോധങ്ങൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന് പുടിൻ സമ്മതിച്ചു. ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നും ചെയ്യില്ല, തങ്ങളും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാണ് US പ്രഖ്യാപിച്ച എണ്ണ ഉപരോധങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ആദ്യ പ്രതികരണം. US മുന്നിൽ ഒരിക്കലും വഴങ്ങില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ല, എന്നാൽ പുതിയ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് സാമ്പത്തിക നിലപാടിന് ചില വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് പുടിൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമ്പോൾ ചൈനയും ഇന്ത്യയും ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഉയർന്ന താരിഫ് ഏറ്റുവാങ്ങാനുള്ള മടിയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുമോ എന്ന ആശങ്ക പുടിനുണ്ട്. ഇന്ത്യയിലാകട്ടെ റഷ്യൻ എണ്ണ വാങ്ങാതിരിക്കുന്നത് ഒക്കെ കടുത്ത വിഷയമാണ്. വാങ്ങിയാൽ അത് ഇന്ത്യക്ക് നേട്ടമാണ്. റഷ്യൻ എണ്ണ വാങ്ങിയില്ലെങ്കിൽ ഇന്ത്യയിൽ അത് രൂക്ഷമായ പ്രതിസന്ധി ഭാവിയിലെങ്കിലും ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഡിസ്കൗണ്ട് നിരക്കിലാണ് റഷ്യൻ എണ്ണ ഇന്ത്യക്ക് കിട്ടുന്നത്. അത് ഏത് കമ്പനി ആയാലും, റിലയൻസ് ആയാലും, നയാര ആയാലും ആ ഡിസ്കൗണ്ട് ഇന്ത്യക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഇപ്പോഴും ഉയരാതെ നിൽക്കുന്നത്. ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഒരു ഭാഗം മാത്രമാണ് പെട്രോൾ ഡീസലുമായി തരംതിരിച്ച് വിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത കാലത്തെങ്ങും വിലക്കയറ്റം ഉണ്ടാകില്ലെങ്കിലും പെട്രോൾ വില ഈ അടുത്ത കാലത്തൊന്നും കുറയില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി. US നിർബന്ധത്തിന് മുന്നിൽ പ്രധാനമന്ത്രി മോദിയുടെ അടിതെറ്റുന്നു എന്നാണ് സൂചനകൾ. താരിഫ് കുറയ്ക്കാൻ വേണ്ടി ട്രംപിന് മുന്നിൽ ഭാഗിക കീഴടങ്ങൽ ഇന്ത്യ നടത്തുമ്പോൾ റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് എന്ന വരവ് നിൽക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന താരിഫിന്റെ ആഘാതം ഇന്ത്യയെ എത്രയൊക്കെ ബാധിക്കുന്നില്ല എന്ന് വാദിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളുടെ തോത് കുറയ്ക്കാനല്ലാതെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് എളുപ്പം സാധിക്കില്ല എന്നത് സത്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്ക എന്ന പേര് മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയും അമേരിക്ക തന്നെയാണ്. ഇന്ത്യൻ IT കമ്പനികളുടെ 70% ബിസിനസ്സും അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ H1 വിസയുടെ ആവശ്യക്കാർ ഇന്ത്യക്കാരുമാണ്. ഏറ്റവും കൂടുതൽ പണം റിമിറ്റൻസ് ആയി ലഭിക്കുന്ന പ്രവാസി തൊഴിലാളികളും ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന രാജ്യവുമൊക്കെ അമേരിക്ക തന്നെയാണ്. അങ്ങനെയുള്ള അമേരിക്കയെ എളുപ്പത്തിൽ ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക പ്രാപ്തി ഇതുവരെ കൈവരിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം ഇന്ത്യ പുലർത്തിയേ മതിയാകൂ എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും മോദി കടുപ്പിടുത്തം പിടിക്കാത്തത്. എന്നാൽ അതേസമയം റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കിയാൽ അത് രണ്ട് തരത്തിലാണ് ഇന്ത്യയെ ബാധിക്കുക. ഒന്ന്, മറ്റൊരു രാജ്യത്തിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഭയന്ന് പിന്മാറി എന്ന നാണക്കേട്. മറ്റൊന്ന്, റഷ്യ തരുന്നത് പോലെ വില കുറച്ച് ഇന്ത്യക്ക് ആവശ്യാനുസരണം ക്രൂഡ് ഓയിൽ നൽകാൻ മറ്റു സാധ്യതകളുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ അതിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള വിരോധം ഒരിക്കലും ഇന്ത്യക്ക് ഗുണകരമാവില്ല. അത് ഇന്ത്യയെ പിന്നോട്ടടിപ്പിക്കുന്ന അപകടകരമായ ചിന്തയായി മാത്രമേ വളരൂ. ഈ സമയം ഏറ്റവും ബുദ്ധിപൂർവമുള്ള ചുവടുകളാണ് ഇന്ത്യക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന പടി അല്ലെങ്കിലും പതിയെ റഷ്യയിൽ നിന്ന് പിന്മാറാതെ ഇന്ത്യക്ക് വേറെ രക്ഷയില്ല.
റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുതിയതായി പുറത്തുവരുന്നത്. US-ഉം യൂറോപ്പും റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഭോക്താക്കളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മോസ്കോയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായി റിഫൈനറി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇലിനോയിയിലെ റിപ്പബ്ലിക്കൻ ഗവർണർ സ്ഥാനാർത്ഥി 4 കുടുംബാംഗങ്ങൾ മോണ്ടാനയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ സംഘം അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം കിഴക്കൻ മൊണ്ടാനയിലെ എഗലാക്ക പട്ടണത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മുൻ സംസ്ഥാന സെനറ്ററായ ഡാരൻ ബെയ്ലിയുടെ മകൻ സാജറി ബെയ്ലി, മരുമകൾ കെൽസി ബെയ്ലി, അവരുടെ മക്കളായ 12 വയസ്സുകാരി വാഡ റോസ്, 7 വയസ്സുകാരൻ സാമുവൽ എന്നിവരാണ് മരിച്ചത്. ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. അപകടത്തെക്കുറിച്ച് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു. കാർട്ടർ കൗണ്ടിയിലെ ഷെറിഫ് ഓഫീസ് നൽകിയ വിവരങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ ബുധനാഴ്ച വൈകുന്നേരം എഗലാക്ക പട്ടണത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തകർന്നു വീണത്. വിഭജന രാഷ്ട്രീയത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഭരണമാണ് ഇന്ത്യയിൽ BJP നടത്തുന്നതെന്ന് ഇരിക്കൂർ MLA സജീവ് ജോസഫ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിയും മതേതരത്വത്തെ കളങ്കപ്പെടുത്തിയും വിഭജന രാഷ്ട്രീയത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഭരണമാണ് കേന്ദ്രത്തിൽ BJP നടത്തുന്നതെന്ന് ഇരിക്കൂർ MLA-യും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ സജീവ് ജോസഫ് പറഞ്ഞു. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ നാട്ടിൽ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ലണ്ടനിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സജീവ് ജോസഫ്. പ്രവാസി മലയാളികൾ എന്നും കേരളത്തിന്റെ കരുത്താണെന്നും പ്രവാസ ലോകത്തിരുന്ന് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തങ്ങളുടേതായ ഇടപെടലുകൾ നടത്താൻ പ്രവാസി സമൂഹത്തിന് കഴിയുന്നു എന്നത് അഭിമാനകരമായി കാണുന്നുവെന്നും സജീവ് ജോസഫ് പറഞ്ഞു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്ന IOC ഭാരവാഹികൾക്ക് നാട്ടിലെ കോൺഗ്രസ് സംഘടനകളിൽ മതിയായ അവസരം നൽകുന്നതിന് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് മുൻകൈ എടുക്കുമെന്നും സജീവ് ജോസഫ് പറഞ്ഞു. മുൻകാലങ്ങളിൽ പോലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് IOC രൂപം കൊടുക്കുന്നതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച IOC-യുടെ UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു കെ ദാനിയൽ പറഞ്ഞു. സമ്മേളനത്തിൽ സജീവ് ജോസഫിനെ പൊന്നാട അണിയിച്ച് സറേ റീജിയണൽ പ്രസിഡന്റ് വിൽസൺ ജോർജ് സ്വീകരിച്ചു. IOC UK കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ ബേബിക്കുട്ടി ജോർജ്, അപ്പ ഗഫൂർ, ജനറൽ സെക്രട്ടറി അഷ്റഫ് അബ്ദുള്ള, കേരള ചാപ്റ്റർ യൂത്ത് വിംഗ് പ്രസിഡന്റ് എഫ്രേസാം, IOC നേതാക്കളായ സാബു ജോർജ്, ജെറിൻ ജേക്കബ്, അജി ജോർജ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ജോൺ പീറ്റർ, യൂത്ത് വിംഗ് നേതാക്കളായ നസീൽ അലി, ഷൈനോ ഉമ്മൻ, അജാസ്, സ്റ്റീഫൻ റോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ വെൽബീയിങ് ഓഫീസറായിരുന്ന ബിപിൻ ബോബച്ചിനെയും സ്റ്റുഡന്റ് ഓഫീസറായ അഭിഷേക് റോയിയെയും ചടങ്ങിൽ സജീവ് ജോസഫ് ആദരിച്ചു. ശനിയാഴ്ച സാലിസ്ബറിയിൽ നടന്ന യുക്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ കലാമേളയ്ക്ക് ആവേശകരമായ സമാപനം. റീജിയണൽ കലാമേളയിൽ ചരിത്ര നേട്ടവുമായാണ് ആദ്യമായി IMA ബാൻബറി ചാമ്പ്യൻ പട്ടത്തിന് മുത്തമിട്ടത്. മുൻ ചാമ്പ്യന്മാരെ പിന്തള്ളി 117 പോയിന്റുമായാണ് IMA ബാൻബറി ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നിൽ 108 പോയിന്റുമായി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ SMCA യോവിൽ റണ്ണറപ്പ് ആയപ്പോൾ 80 പോയിന്റുമായി വിൽഷെയർ മലയാളി അസോസിയേഷൻ സെക്കൻഡ് റണ്ണറപ്പായി. മോഹിനിയാട്ടത്തിലും സോളോ സോങ്ങിലും 1-ാം സ്ഥാനവും സിനിമാറ്റിക് ഡാൻസിൽ 3-ാം സ്ഥാനവും നേടി 11 പോയിന്റുമായാണ് മിൽട്ടൺ കെയ്ൻസ് മലയാളി അസോസിയേഷന്റെ ആഞ്ചലീന വെസ്റ്റിൻ കലാതിലക പട്ടം നേടിയത്. സിനിമാറ്റിക് ഡാൻസിൽ 1-ാം സ്ഥാനവും ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി 8 പോയിന്റുമായി വിൽഷെയർ മലയാളി അസോസിയേഷന്റെ ആലൻ ബഷീർ കലാപ്രതിഭയായി. സോമർസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ഇഷാൻ ആർ നായർ ഭാഷാ കേസരി പുരസ്കാരം നേടി. കിഡ്സ് വിഭാഗത്തിൽ സാലിസ്ബറി മലയാളി അസോസിയേഷന്റെ ജെയ്സ് ജിനോയ്സ് വ്യക്തിഗത ചാമ്പ്യനായപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിൽ സോമർസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ഇഷാൻ ആർ നായർ വ്യക്തിഗത ചാമ്പ്യനായി. ജൂനിയർ വിഭാഗത്തിൽ മിൽട്ടൺ കെയ്ൻസൺ മലയാളി അസോസിയേഷന്റെ ആഞ്ചലീന വെസ്റ്റിൻ വ്യക്തിഗത ചാമ്പ്യനായപ്പോൾ സീനിയർ വിഭാഗത്തിൽ IMA ബാൻബറിയുടെ അക്ഷയ് ധനഞ്ജയനും സോമർസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ കൃഷ്ണേന്ദു ഉണ്ണിയും വ്യക്തിഗത ചാമ്പ്യൻ പട്ടം പങ്കിട്ടു. സൗത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് സുനിൽ ജോർജിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനം യുക്മ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എബെയ് സെബാസ്റ്റ്യൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ട്രഷറർ ഷീജോ വർഗീസ്, സെക്രട്ടറി ജോബി തോമസ്, ട്രഷറർ ബേബി വർഗീസ് ആലുങ്കൽ, ബേസിംഗ് സ്റ്റോക്ക് കൗൺസിലർ സജീഷ് ടോം, ദേശീയ വൈസ് പ്രസിഡന്റ് റെയ്മോൾ നിധിരി, മുൻ നാഷണൽ ജോയിന്റ് ട്രഷറർ ടിറ്റോ തോമസ്, യുക്മ ന്യൂസ് ചീഫ് എഡിറ്റർ സുജു ജോസഫ്, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബെന്നി അഗസ്റ്റിൻ, സുരേന്ദ്രൻ ആരക്കോട്ട്, രാജേഷ് രാജ്, വൈസ് പ്രസിഡന്റുമാരായ ചാർലി മാത്യു, ടെസി മാത്യു, ജോയിന്റ് സെക്രട്ടറി ശാലിനി റിജേഷ് എന്നിവരും പങ്കെടുത്തു. വൈകുന്നേരത്തെ സമാപന സമ്മേളനം യുക്മ നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.74 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.7 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 101.76 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 62.58 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. റോഡ് ഷോക്കിടെ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ച കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണത്തിന് ഹെലികോപ്റ്റർ വാങ്ങാൻ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നീക്കം തുടങ്ങി. ബാംഗ്ലൂരു ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് 4 ഹെലികോപ്റ്ററുകളാണ് വാങ്ങുന്നത്. സമ്മേളന വേദിക്ക് സമീപം ഹെലിപാഡ് തയ്യാറാക്കും. സമ്മേളനം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുൻപ് മാത്രമേ വിജയ് എത്തൂ. മുൻ മുഖ്യമന്ത്രി ജയലളിത നേരത്തെ ഹെലികോപ്റ്ററുകളിൽ പര്യടനം നടത്തിയത് വിജയമായിരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ വരുന്നതോടെ നടനും ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുമെന്ന ആശങ്കയും ചില പാർട്ടി നേതാക്കൾക്ക് ഉണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. ടാങ്ക് വേദ നാഗ് മിസൈലുകൾ ഉൾപ്പെടെ 79,000 കോടി രൂപയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും വാങ്ങുന്നതിനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് വിവിധ ശുപാർശകൾക്ക് അനുമതി നൽകിയത്. നാഗ് മിസൈൽ സംവിധാനം, ഗ്രൗണ്ട് ബേസ്ഡ് മൊബൈൽ ഇലിൻ സിസ്റ്റങ്ങൾ, ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള DAC അംഗീകാരം നൽകി. യുദ്ധക്കപ്പലുകൾ, ഇലക്ട്രോണിക് ഇന്റലിജൻസ്, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രതിരോധ സംവിധാന പട്ടികയിൽ ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് DAC അനുമതി നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത്. ഓഗസ്റ്റ് 5-ന് 67,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അടുത്ത മാസം 23-ന് വിരമിക്കാനിരിക്കെ പിൻഗാമിയെ നിയമിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു. നിലവിലെ ചീഫ് ജസ്റ്റിസ് വിരമിക്കൽ പ്രായമായ 65-ലേക്ക് എത്തുന്നതിന് 1 മാസം മുൻപാണ് സാധാരണ നടപടികൾ തുടങ്ങുക. ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടി നിയമമന്ത്രി കത്ത് നൽകുകയാണ് ആദ്യപടി. പിന്നാലെ സീനിയോറിറ്റിയിൽ രണ്ടാമതുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ് സർക്കാരിന് കത്ത് നൽകും. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേരിന് കേന്ദ്ര അനുമതിയും രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചാൽ നവംബർ 24-ന് അദ്ദേഹം 53-ാം ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും. അദ്ദേഹത്തിന് 2027 ഫെബ്രുവരി 9 വരെ കാലാവധിയുണ്ട്. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ഭാഗമാകുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാൻ പോകുന്നത് 1466 കോടി രൂപ. CPIയുടെ എതിർപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ 3 വർഷമായി കേരള സർക്കാർ ഈ പദ്ധതി പരിഗണിക്കാതിരുന്നത്. കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. 1466 കോടി രൂപ വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നതാണ് ഇപ്പോൾ കേരളത്തിന്റെ നിലപാട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസമാണ് പാലയിൽ വന്ന് പറഞ്ഞിട്ട് പോയത് കേരളം വിദ്യാഭ്യാസ രംഗത്തും സാക്ഷരതയിലും ഏറെക്കാലമായി മുന്നിലാണെന്നും അതൊക്കെ മാതൃകയാക്കേണ്ടതാണ് രാജ്യമെന്നുമൊക്കെ. പക്ഷേ അങ്ങനെ പറഞ്ഞു പോയിട്ട് ഇവിടെ CPI കിടന്ന് കടിപിടി കൂടുകയാണ് ഒരു PM ശ്രീയുടെ പേര്. ആ സ്ത്രീ ലക്ഷണം കെട്ടതാണ്, അതുകൊണ്ട് ആ സ്ത്രീ ഇനി വേണ്ട കേരളത്തിന് മാത്രം എന്നാണ് ഇപ്പോൾ CPI കിടന്ന് മുറവിളി കൂടുന്നത്. രാഷ്ട്രീയ പിടിവാശി എന്നല്ലാതെ ഇതിനെ മറ്റൊരു വാക്കുകൊണ്ടും വിവരിക്കാനുമാകില്ല. 4 മന്ത്രിമാരെ പിൻവലിച്ചു കളയുമെന്നാണ് CPIയുടെ ഭീഷണി. അങ്ങനെയെങ്കിൽ റവന്യൂ വകുപ്പ് ഒഴികെ ബാക്കി 3 വകുപ്പുകളിലും ഇനിയുള്ള മാസങ്ങളിൽ എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു പ്രതീക്ഷ കേരളത്തിനുമുണ്ട്. അത് സത്യമാണ്. PM ശ്രീ സ്കൂൾ എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. അല്ലാതെ PM ശ്രീ കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ന് എഴുതി വെക്കുമെന്നും ഒരു ഭീതിയും വേണ്ട. രാജ്യത്തിന്റെ 14,500ഓളം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വികസിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ കേരളം എതിർക്കാൻ കാരണം രാഷ്ട്രീയപരം മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ പേര് ഇവിടുത്തെ സ്കൂളുകളിൽ എഴുതി വെക്കാൻ പാടില്ല, PM ശ്രീ എന്ന് പോലും പാടില്ല. പക്ഷേ നമ്മുടെ മണ്ഡലങ്ങളിലെ MLA-മാരുടെയും MP-മാരുടെയും പേരൊക്കെ അവിടെ കൃത്യമായി സ്കൂൾ കെട്ടിടങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉളുപ്പും അതിനില്ല കേരളത്തിൽ. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പാക്കേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. ഇതിനൊപ്പം PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രി ചിത്രവും സ്കൂളുകളിൽ സ്ഥാപിക്കണം. ഈ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തോടുമാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുള്ളത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 14,500 സ്കൂളുകൾ വികസിക്കാൻ വേണ്ടി പണം നൽകുന്നത് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങും അവിടെ ഉണ്ടാകും. കേന്ദ്രം പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ നേതാക്കൾ വളഞ്ഞുകൂടിയിരുന്ന് ഡൽഹിയിൽ ഇരുന്ന് എടുത്ത തീരുമാനമൊന്നുമല്ല ഈ
കേന്ദ്ര വിദ്യാഭ്യാസ നയം. ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം, അതിനെയാണ് NEP എന്ന് പറയുന്നത്, അതിന്റെ മികവ് പ്രദർശിപ്പിക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവുമാണ് അപ്പോൾ കേരളവും തമിഴ്നാടും അടക്കം സംസ്ഥാനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ NEPയെ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു. ഓരോ ബ്ലോക്കിലും 2 സ്കൂളാണ് PM ശ്രീയെ വികസിപ്പിക്കുക. RSS അജണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 വർഷമായി കേരളം ഈ NEP പദ്ധതി തൊട്ട് നോക്കിയിട്ടേ ഇല്ല. എന്താണ് സ്കൂളുകൾക്ക് ലഭിക്കുന്നത്? ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി രൂപയിൽ ചെലവഴിക്കുക. കേന്ദ്ര സംസ്ഥാന വീതം 60-40 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ കേരളം പണം മുടക്കി ഇങ്ങനെ 40% മുടക്കി വികസിപ്പിക്കുമ്പോൾ അത് കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിനെ വിട്ടുകൊടുക്കണമോ എന്നതാണ് ഇവിടെ ഉയർന്ന ചോദ്യം. ഈ ശുപാർശ നേരത്തെ തന്നെ മന്ത്രിസഭയുടെ മുന്നിലെത്തിയിരുന്നു 3 വർഷം മുമ്പ് തന്നെ. അപ്പോൾ CPI എതിർത്തു. തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കാമെന്നൊരു വാദം വന്നു. എങ്കിലും സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് മന്ത്രിസഭ നിരാകരിക്കുകയായിരുന്നു. അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് PMC നടപ്പാക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയതും. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ തലത്തിലുള്ള ഇടതു മുന്നണിക്കുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള വാസുകി IAS ഡൽഹിയിൽ പോയി PMC പദ്ധതിക്കായി കരാർ ഒപ്പിട്ടത്. കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് എന്തിന് ഫണ്ട് പാഴാക്കി കളയുന്നു എന്നാണ് മന്ത്രി ശിവൻകുട്ടി CPI നേതാക്കളോട് ചോദിക്കുന്നത്. 1466 കോടി രൂപ എന്തിന് വെറുതെ പാഴാക്കി കളയണം? അത് വാങ്ങി കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചു കൂടെ? കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എതിരായ വല്ലതും ഈ NEPയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ പോരെ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അത് ന്യായമായ ചോദ്യം. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി AA പൗലോസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. വനം വകുപ്പിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയ കോടതി പുതിയ വിജ്ഞാപനം ഇറക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മോഹൻലാലിന്റെ കൈവശം ആനക്കൊമ്പ് എത്തിയത് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അല്ല എന്നാണ് വനംവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. യഥാർത്ഥ ഉറവിടം ശരിയെന്ന് കണ്ടെത്തിയതിനാലാണ് 4 ആനക്കൊമ്പുകൾ കൈവശം വെക്കുന്നത് നിയമവിധേയമാക്കിയതെന്നുമാണ് വനംവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടിയിൽ വീഴ്ചയുണ്ടായി എന്ന് കോടതി നിരീക്ഷിച്ചു. 2015 സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജായി ഇന്നലെ കോട്ടയം മാറി. പ്രധാന 3 അവയവങ്ങൾ ഒരേ ദിവസം മാറ്റിവെച്ചെന്ന തിളക്കം വേറെ. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് AR അനീഷിന്റെ അവയവങ്ങളാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിജയകരമായി മാറ്റിവെച്ചത്. ശ്വാസകോശം, ഹൃദയം, ഒരു വൃക്ക എന്നിവ ഇന്നലെ 3 പേരിൽ തുടിച്ചു തുടങ്ങി. 2 നേത്രപടലങ്ങൾ ഐബാങ്കിലേക്ക് മാറ്റി. അനീഷിന്റെ 2ാമത്തെ വൃക്ക എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കും 2 കൈകൾ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും മറ്റു ജീവനുകളിൽ തുന്നിച്ചേർക്കാനായി കൊണ്ടുപോയി. കളനാച്ചിന് ഉള്ളിൽ ചെന്ന് ശ്വാസകോശം തകരാറിലായ മുണ്ടക്കയം സ്വദേശി ദിവ്യയ്ക്കാണ് ശ്വാസകോശം മാറ്റിവെച്ചത്. എറണാകുളം സ്വദേശി MM മാത്യുവിന് ഹൃദയവും, പത്തനംതിട്ട സ്വദേശി അജിത് കുമാറിന് വൃക്കയും. ശസ്ത്രക്രിയകൾ വിജയകരമാണെന്നും 48 മണിക്കൂർ സമയം നിരീക്ഷണം ആവശ്യമാണ് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മദ്യമേഖലാ വ്യവസായം സൗഹൃദമാക്കാൻ 5 വർഷത്തിലൊരിക്കൽ മദ്യനയം എന്ന രീതി ചർച്ച ചെയ്യണമെന്ന് മന്ത്രി MB രാജേഷ് അഭിപ്രായപ്പെട്ടു. എക്സൈസ് വകുപ്പിന്റെ വിഷൻ 2031 സെമിനാറിൽ കരട് നയരേഖ അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 1 വർഷത്തേക്കാണ് മദ്യനയം. അനിശ്ചിതത്വം മൂലം വൻകിട വ്യവസായികൾ മദ്യമേഖലയിൽ നിക്ഷേപം നടത്താൻ മടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് 5 വർഷത്തേക്ക് നയം എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത്. 1 നൂറ്റാണ്ട് പഴക്കമുള്ള അബ്കാരി ആക്ടിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ ഏകദിന ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ന്യൂസിലൻഡിനെ 53 റൺസിന് തകർത്ത് ഇന്ത്യ. മഴ കാരണം 49 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസാണ് പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡിന്റെ ഇന്നിംഗ്സിൽ വീണ്ടും മഴയെത്തിയതോടെ കളി വീണ്ടും വെട്ടിച്ചുരുക്കി. 44 ഓവറിൽ 325 റൺസായിരുന്നു പുനർനിർണയിച്ച ലക്ഷ്യം. എന്നാൽ കീവീസിന്റെ പോരാട്ടം 271-8 എന്ന നിലയിൽ അവസാനിച്ചു. അവസാനം കളിച്ച 3 മത്സരങ്ങളിലും പരാജയം നേരിട്ട ഇന്ത്യക്ക് ഈ ജയം സെമി ടിക്കറ്റ് ഉറപ്പാക്കാൻ അനിവാര്യമായിരുന്നു. ജയത്തോടെ ഇന്ത്യ 4ാം സ്ഥാനക്കാരായി വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഗുരുതരമായ IT തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ നിലത്തിറക്കി സർവീസുകൾ റദ്ദാക്കി അമേരിക്കൻ എയർലൈൻ കമ്പനിയായ അലാസ്ക എയർലൈൻസ്. ഹൈദരാബാദ് ബാംഗ്ലൂരു ദേശീയപാതയിൽ കർണൂലിൽ ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 32 പേർ മരിച്ചു. കുർണൂൽ ജില്ലയിലെ ചിന്നതെഗുരു ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വന്ന സ്വകാര്യ വോൾവോ ബസ്. ഫ്രാൻസിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 100 മൈൽ വരെ വേഗതയിൽ വീശിയ സ്റ്റോം ബെഞ്ചമിൻ എന്ന കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങിയതോടെ UK-യിൽ കാറ്റിന്റെയും മഴയുടെയും തീവ്രത കുറഞ്ഞു. മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകാമെന്ന് മുന്നറിയിപ്പുണ്ട്. ചാൾസ് മൂന്നാമൻ രാജാവും പാപ്പ ലിയോയും വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ചരിത്ര നിമിഷമായി. ലിയോ പാപ്പ രാജാവിന് റോയൽ കോൺഫ്രേറ്റർ എന്ന ബഹുമതി സമ്മാനിച്ചു. പാപ്പൽ കോൺഫ്രേറ്റർ പദവിയും ഓർഡർ ഓഫ് ദി ബാത്ത് ബഹുമതിയുടെ നൈറ്റ് ഗ്രാൻഡ് ക്രോസ് പദവിയും മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച് ചാൾസ് രാജാവ്. ഉക്രൈന് 5000-ലധികം മിസൈലുകൾ വിതരണം ചെയ്യാൻ വ്യോമസേന മിസൈൽ നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലേക്കുള്ള ദീർഘദൂര മിസൈൽ വിതരണം വർദ്ധിപ്പിക്കാൻ കെയർ സ്റ്റാർമർ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. US താരിഫുകളെ എതിർക്കുന്ന ഒരു ടെലിവിഷൻ പരസ്യം കാനഡയിൽ പുറത്തിറങ്ങിയതോടെ കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. US-ന് മുന്നിൽ ഒരിക്കലും വഴങ്ങില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പക്ഷേ നിലവിൽ US പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ചില നഷ്ടങ്ങൾക്ക് കാരണമായേക്കാമെന്ന് പുടിൻ. US-ന്റെ നിർബന്ധത്തിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിതെറ്റുന്നു എന്ന് സൂചനകൾ. താരിഫ് കുറയ്ക്കാൻ വേണ്ടി റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ഭാഗമാകുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാൻ പോകുന്നത് 1466 കോടി രൂപ. CPI-യുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് കേരള സർക്കാർ പദ്ധതി കരാറിൽ ഒപ്പുവെച്ചത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.